ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സമയമൊക്കെ കിട്ടുമ്പോൾ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3-4 ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യത്തെ ടിപ്പ്, ഇതേപോലത്തെ ഒരു ചിരവ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. ഇതേപോലത്തെ അല്ല, ഏതെങ്കിലുമൊക്കെ മോഡൽ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ അടുക്കളയിലെ സ്ലാബില്ലേ, അതിൻ്റെ മുകളിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പം ഇതൊരു മരത്തിൻ്റെ ചിരവയാണ് കേട്ടോ. അപ്പം നമ്മൾ ചിരവ വാങ്ങിക്കുമ്പം നമ്മൾ ചിരവേൻ്റെ മുകളിലുണ്ടായിട്ട് ഒരു മൂടി പോലത്തെ ഭാഗം ഉണ്ടാവില്ല. ഈ ഒരു മൂടി എന്തായാലും ഉള്ളത് നല്ലതാണ്. കാരണം നമ്മൾ ആവശ്യമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും എഴുന്നിട്ടുണ്ടോ, പല്ലിയോ പാറ്റിയോ എന്തെങ്കിലും എഴുന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. രാവിലെ തിരക്കിട്ട് എടുക്കുമ്പോൾ ചിലപ്പം കഴുകാൻ മറന്നു എന്നൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ മൂടിയൊക്കെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു പേസ്റ്റിൻ്റെ കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമിൻ്റെ ഒക്കെ കവർ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു പേസ്റ്റിൻ്റെ കവർ ഞാനതവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ മൂടി ഞാനത് വാങ്ങിച്ച ഒരു 2-3 ആഴ്ചയ്ക്ക് മൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എവിടെ ആയിപ്പോയെന്നറിയില്ല. എന്നിട്ട് ഇതേപോലെ ഈ ഒരു പേസ്റ്റിൻ്റെ കവർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മൂടിയില്ലാത്ത വിഷമൊന്നും വേണ്ട. ഇങ്ങനെ പേസ്റ്റിൻ്റെ കവറോ എന്തെങ്കിലും ക്രീമിൻ്റെ കവറൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും എഴുന്നിട്ടുണ്ടോ എന്നുള്ള പേടിയും വേണ്ടല്ലോ. അതേപോലെ നമ്മളെ ചിരവയ്ക്കൊക്കെ മൂർച്ച കൊടുത്താൽ നമ്മൾ വേഗം മൂർച്ച കൂട്ടുന്ന ഒരു കൊല്ലൻ്റെ അടുത്തേക്കാണ് കൊണ്ടു കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ പെട്ടെന്നൊക്കെ മൂർച്ചയൊക്കെ പോയി തേങ്ങ ചിരവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയങ്ങളിൽ ഇതിന് മൂർച്ച കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാവില്ല ഇടികല്ല്, അതിൻ്റെ ഈ ഒരു കുത്തുന്ന സാധനം കൊണ്ട് ഒരു കുട്ടി കൊണ്ട് ഈ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അണച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ചിരവേൻ്റെ പല്ലിൻ്റെ ഭാഗത്തായിട്ട് നല്ല രീതിക്ക് തന്നെ മൂർച്ച കൂടും കേട്ടോ. ഇപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ മൂർച്ച കൂട്ടുന്ന സ്ഥലമൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ഏകദേശം ഒരു 2 കൊല്ലമായി ഈ ഒരു ചിരവ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ മൂർച്ച ഇങ്ങനെ കുറഞ്ഞ് രാകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുമ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തായിട്ടുള്ളൊരു ടിപ്പാണ്, ഞാനത് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ റൊട്ടി ചൂടുന്ന പാനാണ് കേട്ടോ, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. എന്നിട്ട് ഒരു 3-4 വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ. കരിഞ്ഞു പോവേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരണം. ഞാനത് ഇവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ തണുപ്പുള്ള സമയമൊക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലും ചെവി വേദന അതേപോലെ സന്ധികളിലൊക്കെ വേദനയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാനിനി ഒരു കോട്ടൻ്റെ തുണിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു തുണി ഒരു കിഴി പോലെ കെട്ടിയ ശേഷം നമുക്ക് എവിടെയാണോ വേദന ഉള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ നമുക്ക് പീരീഡ്സിലൊക്കെ ഉണ്ടാവുന്ന വേദനയൊക്കെ ഇല്ലേ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വയറിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേദന മാറിക്കിട്ടും കേട്ടോ. പിന്നെ കാലൊക്കെ ഒന്ന് ഉളുക്കിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അരിയും വെളുത്തുള്ളിയും കൂടെ ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചെവി വേദനയൊക്കെ ആകുമ്പം ചെവീൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അടുത്തായിട്ടുള്ളൊരു ടിപ്പാണ്, ഇതേപോലെ നമ്മൾ തിരക്കിട്ടൊക്കെ എവിടെയും പോകുമ്പോഴായിരിക്കും നമ്മളെ താക്കോല് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ടും ആവില്ല ഇങ്ങോട്ടും ആവില്ല, അതേ ഇതിൽ പോലെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ഈ ഒരു താക്കോലിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു താക്കോൽ വാതിലിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ താക്കോലിലാക്കിയിട്ട് ഈ ഒരു വാതിലിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വെളിച്ചെണ്ണ ഒരു അരമണിക്കൂർ നേരം ഇതേപോലെ ഒന്ന് വെക്കുക. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് വാതിൽ പൂട്ടാനും തുറക്കാനൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. അടുത്തതായിട്ടുള്ളൊരു ടിപ്പാണ്, നമ്മൾ ഉള്ളി മുറിച്ച് കളയുമ്പം ഉള്ളീൻ്റെ ഒരു മുഖഭാഗം ചെത്തിക്കളയുമ്പം ഇതേപോലെ ഉണ്ടാവില്ലേ, ഇത് കളയണ്ട കേട്ടോ. ഇത് കളയുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്കിത് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയങ്ങളിൽ കിച്ചൺ സിങ്കിലും അതേപോലെ നമ്മുടെ വാഷ് ബേസിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ രാത്രി അതേവഴി പാറ്റയും പല്ലിയൊന്നും വരില്ല കേട്ടോ. നല്ലോണം ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ രാവിലെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അടുത്തതായിട്ടുള്ളൊരു ടിപ്പാണ്, ഇതേപോലത്തെ ഒരു മാസ്ക് ഉണ്ടെങ്കിൽ എടുക്കുക. മാസ്ക് ഇല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു തുണീൻ്റെ മോഡൽ കവറില്ലേ, അതുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മാസ്ക് ഉള്ളത് കൊണ്ട് മാസ്കാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. നമ്മളെ പൊടിയുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ കംഫർട്ട്, അപ്പോൾ 2-3 തുള്ളി കംഫർട്ടും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അധികമൊന്നും വേണ്ട, ഒരു 2-3 തുള്ളിയോളം മതിയാവും കേട്ടോ.
എന്നിട്ട് ഈ ഒരു മാസ്ക് നല്ല കിഴി പോലെ ഒന്ന് മുറുക്കി കെട്ടി വെക്കുക. ഇതാ ഞാനിതേപോലെ ഒന്ന് കെട്ടി വെക്കുക കേട്ടോ. അപ്പോൾ മാസ്കിന് ഈ ഒരു വള്ളി ഉള്ളത് കാരണം വേറൊരു ഇതിൻ്റെ കാര്യമില്ല, ഇതൊന്നും തന്നെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് അടുക്കളേൻ്റെ ഈ ഒരു ജനലിൻ്റെ മുകളിലൊക്കെ അങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ലൊരു പോസിറ്റീവ് എനർജി ഒക്കെ ആയിരിക്കും കേട്ടോ വീട്ടിൽ നിറയെ. അപ്പം അടുക്കളയിൽ മീൻ പൊരിച്ചാലും അതേപോലെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അറിയത്തില്ല, നല്ലൊരു മണമായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.